ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സഫീസ് ഹോം ഡയറി. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടമ്മമാർക്ക് യൂട്യൂബിലൂടെ എങ്ങനെ സമ്പാദിക്കാമെന്നിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കാണുക, അഭിപ്രായം പറയുക. ബാക്കി ഇനി അതിന് സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഒരു കിച്ചൺ സിങ്ക് എങ്ങനെ ക്ലീൻ ചെയ്യണം, അതിന് നമ്മൾ എങ്ങനെ കെയർ ചെയ്യാം, എത്ര ദിവസം കൂടുമ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോണ കിച്ചൺ സിങ്ക്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്കൊരു ക്ലീനിങ് പേസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാവരും ചെയ്യണതാണ്. എല്ലാവരും എന്ന് വെച്ചാൽ നമുക്ക് ഇതറിയാത്തവരാരില്ല എന്ന് തോന്നുന്നത്. കാരണം ബേക്കിംഗ് സോഡയാണിത്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പാത്രമൊക്കെ കഴുകാൻ എടുക്കുന്ന ഡിഷ് വാഷാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഡിഷ് വാഷ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു പേസ്റ്റിൽ ഒരു ഫോമിൽ നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി എത്ര ഒഴിക്കേണ്ടി വരുമോ അത്രയും നിങ്ങൾ ഒഴിക്കുക. അപ്പോൾ നമ്മൾ അതിന് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ സ്റ്റെയിനർ എടുത്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. മാറ്റി വെറുതെ വെക്കരുത്. അത് നമ്മൾ അതും ക്ലീൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ അതിൽ അഴുക്കൊക്കെ ഇളകി വരാൻ വേണ്ടി തന്നെ ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ തന്നെയാണ് ഇടുന്നത്. പിന്നെ വിനാഗിരി ഒഴിക്കുക, അതായത് സൊർക്ക, വിനീഗർ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതൊഴിക്കുക. ഇതും എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അതിൻ്റെ മേലോട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് വരുമ്പോൾ തന്നെ ഇതിങ്ങനെ പതഞ്ഞ് വരും. പതയുന്നതിനൊപ്പം തന്നെ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൽ മുങ്ങി കിടക്കുന്ന പാകത്തിന് നിങ്ങൾ ഒഴിച്ചില്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് വരുമ്പോൾ തന്നെ ഇതിൽ അഴുക്കൊക്കെ ഇങ്ങനെ ഇളകിക്കോളും. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ പതഞ്ഞ് വരുന്ന കാണാൻ പറ്റും. അപ്പോൾ അതവിടെ മാറിയിരിക്കട്ടെ. അപ്പോൾ അത് അങ്ങനെ ഇരുന്ന് അതൊക്കെ അതിലത്തെ അഴുക്കെല്ലാം നന്നായിട്ട് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് വെറുതെ ഒന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കഴുകി കളയുകയാണ്. അതിലെന്തെങ്കിലും വേസ്റ്റ് എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ പോവാനായിട്ട്. പിന്നെ ഞാനൊരു ടൂത്ത് ബ്രഷാണ് എടുത്തേക്കണത്. ടൂത്ത് ബ്രഷ് എടുക്കാൻ മെയിനായിട്ട് കാരണമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ആ സൈഡ് ഭാഗങ്ങളുണ്ടല്ലോ, ഈ കോർണർ, അതുപോലെ നമ്മൾ ആ വെള്ളം പോണ ആ ഒരു ഹോളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ സൈഡ് ഭാഗം അങ്ങനെയുള്ള സ്ഥലങ്ങളിലത്തേക്ക് അഴുക്ക് ഇളകി പോകാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ടൂത്ത് ബ്രഷാണ്. കാരണം വലിയ ടൈപ്പുള്ള ബ്രഷോ അല്ലെങ്കിൽ സ്റ്റീൽ സ്ക്രബ്ബറോ ഒന്നും നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലേ. സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് സ്ക്രാച്ച് വരും. പിന്നീട് നമ്മളെപ്പോൾ അത് കഴുകുമ്പോഴും അതായത് മറ്റുള്ള വേസ്റ്റ് സാധനങ്ങൾ എന്തെങ്കിലും കഴുകുമ്പോഴൊക്കെ ഈ അഴുക്കെല്ലാം ആ സ്ക്രാച്ചിലൊക്കെ പിടിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ സിങ്ക് അഴുക്ക് പിടിക്കാനും കാരണമാവും. പിന്നീട് എപ്പോഴും അത് കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിലും അത്യാവശ്യം സ്ക്രാച്ച് വന്നിട്ടുണ്ട്. കുറച്ച് വർഷങ്ങളായതാണ്, അതുകൊണ്ടാണ്. എങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പഞ്ചോ അല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ കളറിലൊരു സ്ക്രബ്ബർ കിട്ടില്ലേ, അപ്പോൾ അങ്ങനെയുള്ള സ്ക്രബ്ബറൊക്കെ വെച്ച് കഴുകാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പേസ്റ്റ് തേച്ച് വെച്ച് ഒരു 15 മിനിറ്റിന് ശേഷം കഴുകാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിലധികം അഴുക്ക് ഉണ്ടായിരുന്നില്ല. ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കുറച്ച് സമയം അതിൽ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. തേച്ച് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് അതിൽ നമ്മുടെ ഡിഷ് വാഷ് തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് തേക്കാനെടുക്കുക. ഞാനിപ്പോൾ ഈ സ്പഞ്ച് മുമ്പൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്ലീനിങ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്പഞ്ച് ഞാൻ യൂസ് ചെയ്യുന്നത് ഞങ്ങൾ വിംബാർ വലിയ വലിയ കരിയൊക്കെയുള്ള കലങ്ങളൊക്കെ കഴുകാനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇത് ഞങ്ങളുടെ വർക്ക് ഏരിയയിലത്തെ വാഷ് ബേസിനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അതിൻ്റെ അടുത്ത് ഞങ്ങൾ വിംബാർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിംബാർ വെക്കുന്നത് ഈ സ്പഞ്ചിലാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ആ പതയും കാര്യങ്ങളൊക്കെ ആ സ്പഞ്ച് വലിച്ചെടുത്തിട്ട് ഞങ്ങളത് ഇതുപോലെ വാഷ് ബേസിൻ കഴുകാൻ എടുക്കാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സാധാ ഒരു ഗ്രീൻ കളർ സ്ക്രബ്ബർ വെച്ചിട്ട് ലിക്വിഡ് ഒഴിച്ച് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചിട്ട് കഴുകിയാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് കളയുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഈ ഒരു സ്റ്റെയിനർ കൂടി കഴുകണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് നമ്മൾ ആ പേസ്റ്റ് തേച്ചിട്ട് അതൊന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ പുറത്ത് കൊണ്ടുപോയി കഴുകാം. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇവിടെ തന്നെ കഴുകുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ശേഷം കഴുകണുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് ആ പേസ്റ്റൊക്കെ കഴുകി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് അതും ആ ബ്രഷ് വെച്ചിട്ട് തന്നെ നമ്മളെ ബാക്കി വന്ന പേസ്റ്റ് വെച്ചിട്ട് തേച്ച് കഴുകി നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തേലത്തെയും മുമ്പത്തേയും വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇനി നമ്മൾ സിങ്കും അതുപോലെ തന്നെ നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ പേടിക്കേണ്ട, അത് അതിൻ്റെ ഉള്ളിലത്തെ പൈപ്പൊക്കെ ഉരുകി പോകുന്നൊന്നും ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും ഉരുകി പോവില്ല. ചൂടുവെള്ളം ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന എണ്ണമയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉരുകി പൊക്കോളും. സോപ്പിന് കളയാൻ പറ്റാത്ത എണ്ണമയം സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉരുകി പൊക്കോളും. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട ക്ലീനിങ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഡെയിലി ചെയ്തില്ലെങ്കിലും നിങ്ങൾ മീൻ അങ്ങനെയുള്ള സാധനങ്ങൾ
സാധനങ്ങളൊക്കെ പരമാവധി അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന വെള്ളമൊക്കെ പുറത്ത് കളയാൻ സൗകര്യമുള്ളവർ കളയുക. അല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒരു ക്ലീനിങ് ഡെയിലി അത് ആ തരത്തിലുള്ള വേസ്റ്റ് വെള്ളങ്ങളൊക്കെ ഇതിലെ കൂടി പോകുന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ക്ലീനിങ് ചെയ്യണം, നല്ലതായിരിക്കും. ഞാനിപ്പോൾ അങ്ങനെയുള്ള വേസ്റ്റ് ഒന്നും ഇതിൽ ഒഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടവിട്ട ദിവസങ്ങളിലാണ് ഇതുപോലത്തെ ക്ലീനിങ് ചെയ്യാറ്. അല്ലാത്ത ദിവസങ്ങളിൽ ജസ്റ്റ് ഡിഷ് വാഷ് ഒഴിച്ച് കഴുകലാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, അതുപോലെ സ്മെല്ല് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി സമയങ്ങളിൽ കിച്ചൺ സിങ്ക് കഴുകിയിട്ട് പോരുമ്പോൾ സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ നാരങ്ങ അരിഞ്ഞിടണമെന്നില്ല, ഉപയോഗിച്ച നാരങ്ങയുടെ തുണ്ടാണെങ്കിലും മതി. അതുപോലെ ആ സ്റ്റെയിനർ മാറ്റിയിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ രാവിലെ കിച്ചണിലോട്ട് വരുന്ന സമയത്ത് അതെടുത്ത് മാറ്റി കളഞ്ഞാൽ മതി. അപ്പോൾ തന്നെ നമ്മൾക്ക് ആ കിച്ചണിൽ നിന്നുള്ള ഒരുവിധം ബാഡ് സ്മെല്ലൊക്കെ വരൽ കുറഞ്ഞോളും. അപ്പോൾ തന്നെ നമ്മുടെ ഒരു മൈൻഡിനും നല്ലതാണ്. രാവിലെ കിച്ചണിലോട്ട് വരുമ്പോൾ ഇതുപോലുള്ളൊരു സ്മെല്ലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുപോലെ തന്നെ നമ്മൾ രാത്രി പോകുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഡിഷ് വാഷെങ്കിലും ഒഴിച്ച് കഴുകി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കളയുക. അപ്പോൾ ആ ദിവസത്തെ എല്ലാ അഴുക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊക്കോളും. പിന്നെ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇത് സിങ്ക് ബ്ലോക്ക് ആകാന്നുള്ളത്. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും ചെയ്യുന്ന ഒരു പണിയാണ്, അതിൻ്റെ സ്റ്റെയിനർ എടുത്ത് മാറ്റി കളയും. അപ്പോൾ തന്നെ ഒരുപാട് വേസ്റ്റ് സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് അത് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എണ്ണമയവും അതുപോലുള്ള കൊഴുപ്പുള്ള സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ചെന്ന് പറ്റി പിടിച്ചിട്ട് ബ്ലോക്ക് ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം ഒഴിക്കുന്നത് പതിവാക്കുക. ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഒഴിച്ചു വിടുക. മാക്സിമം നമ്മൾ എണ്ണമയമുള്ള വെള്ളങ്ങൾ അതുപോലെ മീനും ഇറച്ചി അതിൻ്റെയൊക്കെ വേസ്റ്റുകൾ വെള്ളങ്ങൾ ഇതിൽ ഒഴിക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ സ്ഥലമില്ലാത്തവർക്ക് വേറെ മാർഗ്ഗമില്ലല്ലോ, അപ്പോൾ അവർ ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കിച്ചൺ സിങ്ക് ഒരു പരിധി വരെ ക്ലീൻ ആയിട്ട് കൊണ്ട് നടക്കാം. ഇനി ബ്ലോക്ക് ആയാൽ ചെയ്യാവുന്ന ഒരു മെത്തേഡ് കൂടി ഉണ്ട്. അത് എനിക്ക് കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.